എന്തോടാ അത് ഇത്തിരി വലിയ പാറ്റായിരുന്നു അമ്മ. ഇവിടുത്തെ പാറ്റയ്ക്കൊക്കെ ഇച്ചിരി സൈസ് കൂടുതലെന്ന് എനിക്കറിയാം. ഇത്രയും മതി കള്ളത്തരം പറഞ്ഞൊക്കെ കേട്ടോ. എല്ലാം അറിഞ്ഞുകൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ പേരും പറഞ്ഞ് പൊരിഞ്ഞ അടി നടക്കുകയായിരുന്നു നിങ്ങൾ തമ്മില്. എന്തോ കാര്യത്തിനാ ഇതൊക്കെ? അമ്മ, ആ ക്ലബിലെ സുലോചന ആന്റി അടുത്ത് ഞാൻ വെറും പൊട്ടിയാണെന്ന് പറഞ്ഞായിരുന്നോ? ആരോട്? ക്ലബിലെ സുലോചന ആന്റി അടുത്ത്. സുലോചന ആന്റിയോട്? എടി, ഞാൻ ക്ലബിൽ പോയിട്ട് മാസങ്ങൾ എത്രയായി? കാല് വയ്യാത്തോണ്ട് ഞാൻ ഈ വീട് വിട്ട് പുറത്തു പോകുന്നുണ്ടോ? പിന്നെ എങ്ങനെയാ സുലോചന ആന്റിയെ കാണുന്നത്, നിന്നെ കുറിച്ച് പറയുന്നത്? ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവണില്ലമ്മ. ആഹാ, മനസ്സിലാവുന്നില്ലയോ? മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വേറെ രീതി പറഞ്ഞു കൊടുക്കാം. സുലോചന ആന്റി അടുത്ത് പറഞ്ഞു പോലും കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഞാൻ ക്ലബിലും പോകുന്നില്ല, ഒരുത്തിയും കാണുന്നുമില്ല, ആരെയും വിളിക്കുന്നില്ല. ഏതായാലും നീ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സുലോചനെ ഒന്ന് വിളിക്കട്ടെ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആഹാ, അത് കൊള്ളാമല്ലോ. സുലോചന ആന്റിയും ക്ലബും പാറ്റയും വലിയ സൈസ് പാറ്റയും എന്തൊക്കെ കഥ കേൾക്കണം ഞാന്. നിങ്ങളമ്മ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞെങ്കിലേ കാര്യമായി പോയി. ഇവിടെ അടി കൊണ്ട് തന്നെ ഞാൻ ചാവൂ തോന്നണം. ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ നോക്കണ്ണ. എടോ, ആ ട്രാവൽസിലെ ചേട്ടൻ എനിക്ക് കിടന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. പാസ്പോർട്ടിന് കൊടുക്കാന്ന് പറഞ്ഞടേ. പാസ്പോർട്ടിന്റെ എന്തൊരു കാര്യം പറഞ്ഞല്ലോ, എന്താന്നാണ്? പോണ്ടായിരിക്കും. അപ്പൊ മക്കള് പോകാൻ തന്നെ തീരുമാനിച്ചാ? പിന്നല്ലാതെ നാട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എന്തിനാ മക്കളെ അങ്ങനെയൊക്കെ ചിന്തിക്കണത്? നമുക്കിപ്പോ ഉള്ള കമ്പനിയൊക്കെ നോക്കി നടത്തി നിന്നാ പോരെ? അറിയാത്ത നാട്ടിൽ പോയിട്ട് എന്തിനാണ് മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നത്? അല്ല, മരുഭൂമി മാത്രമല്ല, അവിടെ വേറെയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ തന്നെ. എന്നാലും ഇവിടെ ഭയങ്കര ചൂടാണെന്നാണ് ഇവിടെ പെണ്ണുങ്ങളെല്ലാം പറയണത്. ചൂടൊക്കെ ആയിരിക്കും, പക്ഷെ ഏത് സ്ഥലമാണെങ്കിലും നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണമല്ലോ. ആ അതല്ല മക്കളെ, ഇനിയിപ്പോ ഈ ഗൾഫിലൊക്കെ പോയാ എന്നാണ് തിരിച്ചു വരണത്? നിങ്ങൾക്കാണെങ്കിൽ ഒരു കുഞ്ഞുകൂടി ആയിട്ടില്ല. അതൊക്കെ ആവുക എനിക്ക്. ആദ്യം സ്വന്തമായിട്ട് എനിക്ക് ഇവക്കും കയറി താമസിക്കാൻ ഒരു വീട് പോലും ആയിട്ടില്ല. പിന്നീടല്ലേ അതൊക്കെ അല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴേ 4-5 വീടുണ്ടല്ലോ. ആ വീടുകളൊക്കെ അമ്മ മേടിച്ചിട്ടിരിക്കുന്നല്ലേ ആന്റി. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന വീടിനെ കുറിച്ചാണ്. അപ്പൊ മക്കളിനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നില്ലേ? ഇല്ല. നീ എന്തോന്നാണ് ഒന്നും മിണ്ടാതെ പ്ലേറ്റിൽ വരച്ചോണ്ടിരിക്കണത്? ഞാൻ എന്തെങ്കിലും മിണ്ടിയതേ കൂടിപ്പോവും. അമ്മ ഇതിന്റെ കുഞ്ഞിന്റെ കയ്യിൽ പ്രതീക്ഷ സംസാരിച്ചത്? അത് ആവശ്യമില്ലാത്ത വർത്താനമാണോ? ആവശ്യമില്ലാത്ത വർത്താനമാണോ അടി? ഞാൻ പിന്നെ ആരുടെ അടുത്ത് ചോദിക്കും? നിന്റെ അടുത്ത് ചോദിച്ചാ നീ മറുപടി അറിയോ? ഇല്ലല്ലോ. ഓ, നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നേനെ. അമ്മ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? എന്തായാലും നടക്കാതെ നടക്കുള്ളൂ. നിനക്ക് അങ്ങനെ പറയാം. എന്റെ ഉള്ളിലെ വെപ്രാളം എനിക്കല്ലേ അറിയുള്ളൂ. ഓ സുരഭി, ഞാൻ ഇറങ്ങിക്കോ. ഇറങ്ങട്ടെ? ഈ മക്കളിപ്പൊ തന്നെ ഗൾഫിൽ പോണേണോ? ഇപ്പൊ പോവല്ല, എനിക്ക് പോകുന്നതിന്റെ പേർപ്പസ് കുറച്ച് റെഡിയാക്കാനുണ്ട്, അതിനു വേണ്ടി പോട്ടെ. ഇറങ്ങട്ടെ? സമാധാനോ? ഞാൻ കരുതി ഇപ്പൊ തന്നെ പോണേന്ന്. തീരെ മണ്ടൂസാവല്ലേ അമ്മ. മക്കള് ഗൾഫിൽ പോവന്നെ? അത് ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് ചോദിച്ചില്ല. അതിനെന്തിനാണ് കുഴപ്പം? ടെൻഷൻ അല്ല, പെൻഷൻ. കഴിക്കണ്ട, വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് പോകും. നിനക്കൊക്കെ ഉണ്ടാക്കി തരണം, എന്നെ വേണം തല്ലേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കല്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.